എനിക്ക് ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. അത് വലിയ ഇഷ്യൂ ആവും. കാരണം എന്ന് വെച്ചാല് ഓക്കെ, അപ്പൊ ദാ വീണ്ടും ആ ഒരു ബിഗ് ലൂസ് പരിപാടി വീണ്ടും വന്നിരിക്കുകയാണ്. 3 മാസം കഴിഞ്ഞ പുതിയ ബിഗ് ലൂസ് പരിപാടി, അപ്പൊ വീണ്ടും പഴയത് കുത്തിപ്പൊക്കലടേ എന്നാണ് എല്ലാരും പറയുന്നത്. എനിക്ക് തന്നെ പറയാനുള്ളത്, ഈ ബിഗ് ലൂസുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. പരിപാടിയൊക്കെ അവസാനിപ്പിച്ചാണ്. പക്ഷെ വീണ്ടും അനീഷ് ഏട്ടനെയും അനുമോളെയും ഒരു വേദിയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും പഴയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവിടെ ക്ലിയർ ആയിട്ട് അനീഷ് ഏട്ടൻ കുറച്ച് കാര്യം പറയുന്നുണ്ട്. പക്ഷെ വേദിയിൽ നിന്നുകൊണ്ട് അനുമോള് തൊലി ഉരിഞ്ഞു പോയി എന്ന് പറയേണ്ടി വരും. മൈക്ക് അനുമോളുടെ കയ്യിലുണ്ട്, പക്ഷെ അനുമോളോട് ചോദിക്കുന്നില്ല. രണ്ടുപേരോടും ചോദിക്കണമായിരുന്നു. നമുക്ക് എന്തായാലും നേരെ ആ വീഡിയോയിലോട്ട് കടക്കാം. നല്ല രസമായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ്. അവസാന എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേനും ഒന്നും കൂടി രസമായിരുന്നു എന്നുള്ളതാണ്. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത്. ഉണ്ണിമുകുന്ദനത്തെ ക്രഷ് തോന്നിയിട്ടുണ്ട്. ഈശ്വര, ഉണ്ണി മുകുന്ദന് വേണ്ടി ഭയങ്കര ഫൈറ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി ഇത് വല്ലത് ഉണ്ണി അറിയുന്നുണ്ടോ? 2 പെൺകുട്ടികൾ, ഉണ്ണിക്ക് ഭയങ്കര കോമ്പറ്റീഷൻ. ഇവിടെ ക്രഷ് ഉണ്ണി മുകുന്ദനോട്. പക്ഷെ എന്നെക്കാളും ചേച്ചിയാണ് എലിജിബിൾ. ചേച്ചി എലിജിബിൾ சொல்லியே எதுவுமே சொல்லியேவா? അല്ല, വൈ ചേച്ചി എലിജിബിൾ சொல்லியே അങ്ങനെ വൈ? ഓ വൈ, ബിക്കോസ് എനിക്കിനി എന്താ പറയണ്ടേ, ഞാൻ ടൈം ഉണ്ട്. ചേച്ചി വന്ന് ടൈം ഔട്ട് ആയാ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്താ പറയണ്ടേ, എപ്പോഴും നമ്മൾ മൂത്തവർക്ക് വഴി കാട്ടണമെന്നാണ് എന്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചത്. ഓ പാവം, അനുമോൾക്ക് പ്രായം കൂടുതലാണ് എന്നല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 32 വയസ്സായി എന്നാണ് പറഞ്ഞത്. ആ വേദിയിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണ് കേട്ടോ. അനുമോളെ പരമാവധി ഒന്ന് നാണം കെടുത്താൻ ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നി. ഏജുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിലും അനീഷേട്ടൻ കയറി വന്ന് അനീഷേട്ടന് മാത്രം സംസാരിക്കാൻ അവസരം കൊടുക്കുന്നതും എല്ലാം കൂടെ അനുമോളെ എന്ന് ചവിട്ടിത്താത്ത ശ്രമിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ആരുടെയും പക്ഷം ഇനി പിടിക്കില്ല. കാരണം ബിഗ് ബോസ് കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആളുകൾ മറന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അന്നതായിരുന്നു ഇന്നതായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷെ ഇവിടെ 2 പേർക്കും അവസരം കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ 2 പേരെയും ഒരേപോലെ തന്നെ കാണുന്നുള്ളൂ. 2 വ്യക്തികൾ മാത്രം. ബിഗ് ബോസിത്തെ കണ്ടന്റും തേങ്ങയും മാങ്ങൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും, ചിലപ്പോൾ പറഞ്ഞെന്നും വരാം. ഓക്കെ, അനുമോളുടെ പ്രായം വളരെ കൂടുതലാണ്. അനുമോൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ആ മേക്കപ്പ് ഒക്കെ ചെയ്തത് അത് മറക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ അടിയിൽ കമന്റ് കിടക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമിൽ ഈ അവതാരിക എന്തുവാടേ ഇത്, എനിക്ക് ഏറ്റവും വെറുപ്പിക്കൽ തോന്നിയ ഒരൊറ്റ സംഭവം അത് മാത്രമാണ്. അനീഷ് ടിയെ ബിഗ് ബോസ് മലയാളം. അനീഷാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഞങ്ങളുടെ അടുത്ത അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത്. ചേച്ചനയുടെ ഗിഫ്റ്റ് നൽകുന്നത് അനുവാണ്. അനീഷിന് നൽകുന്നു. രണ്ടാമത്തെ വർഷം തന്നെ ഈ ഒരു ഷോ നടക്കുമ്പോൾ എനിക്ക് കിട്ടി. അതിനൊരു സന്തോഷമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. കൂടാതെ അനുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. ആ ഒരു സെൻസിൽ എടുക്കണം. ഓക്കെ, ആദ്യ അവസരം തന്നെ അനീഷേട്ടൻ അന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതൊരു സ്വീറ്റ് റിവെഞ്ച് ആയിട്ട് എടുക്കൂ എന്നുള്ള സാധനം. പക്ഷെ അനുമോൾക്ക് ഇവിടെ കിട്ടേണ്ടതായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അനീഷേട്ടന് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. ഒരു പക്ഷെ ജനങ്ങളുടെ മനസ്സിനകത്ത് അനീഷേട്ടൻ വിൻ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയി. ചത്ത കോഴിയുടെ ജാതകം നോക്കേണ്ടതായിട്ടില്ല. അത് കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞു. പുതിയ ബിഗ് ബോസ് വരും, പുതിയ ആളുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ആ സമയത്ത് വീണ്ടും ഇവരൊന്ന് പൊക്കി നിർത്താൻ വേണ്ടി ചെയ്തതാണെന്ന് അറിയില്ല. എന്തായാലും സ്വീറ്റ് റിവെഞ്ച് ആയിട്ടാണ് ആളെടുത്തുള്ളത്. തമാശയായിട്ട് എടുക്കണം, നോട്ട് ദി പോയിന്റ്. ബോസ് ആണ് ആരും അറിയാതെ കിടന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ സമയത്തും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും, എൻ്റെ വാക്കുകളുണ്ടായിരിക്കും, എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ടായിരിക്കും. ആ വാക്കിൽ വ്യക്തമായിട്ടൊരു സംഭവം കിടക്കുന്നുണ്ട്. അനുമോള് നിലവിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. അനുമോൾക്ക് അത്രമാത്രം സപ്പോർട്ട് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള സ്ത്രീകളാണ്, വീട്ടമ്മമാരാണ് അല്ലെ. പിന്നെ ഈ ജനറേഷനിലുള്ള ആളുകൾക്ക് അനുമോളെ ഇഷ്ടമാണ്. അത് ഈ ടമാർ പടാർ അങ്ങനെയുള്ള പരിപാടിയൊക്കെ കണ്ട ആളുകളുടെ മനസ്സിൽ ഓൾറെഡി ഒരു സ്ഥാനം അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നിലവിലൊരു സ്ഥാനമുള്ള ഒരാളുടെ ഇടയിലേക്ക് ഒരു മനുഷ്യനും അറിയാത്ത ഒരാൾ പെട്ടെന്ന് കയറി വരുന്നു. അയാൾ ബിഗ് ബോസ് തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം അവിടെ എത്തുന്നു. അതുവഴി ആള് ചെറിയൊരു കൊട്ട് കൊടുത്തു. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എന്നെ ആരും അറിയില്ലായിരുന്നു, പക്ഷെ ബിഗ് ബോസ് എന്നെ ഇവിടെ എത്തിച്ചു. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി അങ്ങനെയല്ല. ബാക്കി സുപ്രഭാതം അനു എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അല്ല, സുപ്രഭാതം ബിഗ് ബോസ്. സുപ്രഭാതം ബിഗ് ബോസ്. അപ്പൊ അനു നിൽക്കുന്നോണ്ട് സുപ്രഭാതം അനു എന്നൊന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ഐക്കോണിക് ഡയലോഗാണ് സുപ്രഭാതം ബിഗ് ബോസ്. അതുകൊണ്ട് അത് മാറ്റി പറയില്ല. മാറ്റി നിങ്ങൾ കണ്ടില്ലേ ആ അവതാരികയുടെ ലക്ഷ്യം എന്തായിരുന്നു മനസ്സിലായില്ലേ?
ഗുഡ് മോർണിംഗ് അനിമോൾ എന്നാണല്ലോ പറഞ്ഞിരുന്നെന്നൊക്കെ പറയുന്നത്. അവർ ഈ പരിപാടിയെ കുറിച്ച് യാതൊരു ബോധവുമില്ല. അനീഷേട്ടൻ അങ്ങനെ പറഞ്ഞാലോ എന്നുള്ള ധാരണയിലാണ് ആ ഒരു സംഭവം എടുത്തിടുന്നത്. പക്ഷെ അനീഷേട്ടൻ അവിടെ ഒരിക്കലും ബിഗ് ബോസിനെ അല്ലാതെ വേറെ ആളെ പേര് അവിടെ ചേർത്ത് വെച്ചിട്ടില്ല. അത് നമ്മൾ ആ ബിഗ് ബോസ് കണ്ട ആളുകളല്ലേ, 24/7 കണ്ട ആളുകളാണ്. അതുകൊണ്ട് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെയും അനുമോള് താഴ്ന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞു പറ്റില്ല എന്നുള്ളത്. അങ്ങനെ പലതും മുഖത്ത് നോക്കി പറ്റില്ല, വേണ്ട, ഇല്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. മാറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. എനിക്കവിടെ ബിഗ് ബോസ് ആണ് ഉയരം തോന്നുന്നല്ലേ അനീഷിന്റെ? തീർച്ചയായിട്ടും. വേറെ എന്താണ് അനീഷിന്റെ മനസ്സിലുള്ളത്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഒരു പനി വരുമ്പോഴോ, ഒരു ജലദോഷം വരുമ്പോഴോ, എന്തൊരസുഖം വരുമ്പോഴോ നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അങ്ങ് ഇടപഴകാൻ പോവുക. അത് തന്നെ നമ്മൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഈ വ്യക്തി ആ വ്യക്തി എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ? അയാൾ അവിടെ എത്ര നേരത്തെ എണീക്കും എന്നുള്ളതും എത്ര നേരത്തെ കിടക്കും എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്നുള്ളതാണ്. അത് കറക്റ്റാണ്. ഇദ്ദേഹം പല കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാൽ 100 ദിവസം അദ്ദേഹത്തിന് അത് ആവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് കഴിയും അത്. കൃത്യമായ സമയത്ത് ഉറങ്ങി എണീക്കുക, നമ്മളെ നല്ല രീതിയിൽ നമ്മൾ തന്നെ പരിപാലിക്കുക, അതൊക്കെ ഒരു വലിയ കഴിവാണ്. അനു തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ആൾക്കാർ തെരഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് കറന്റ് സ്റ്റാൻഡ്? ഫ്രണ്ട്ഷിപ്പ്, ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതൽ ഒരു ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അത്രമാത്രം കയ്യടി ആ ഒരു കാര്യത്തിന് അവിടെ കിട്ടിയെന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പ്രൊഫഷണൽ ബന്ധം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും തല്ലുകൂടലാണോ എന്ന് എനിക്കറിയില്ല. ഇവർ രണ്ടുപേരും 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പഴിചാരുന്നുണ്ട്. വളരെ മോശപ്പെട്ട ഡ്രാമയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ബിഗ് ബോസ് കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങി നിങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ മുന്നോട്ട് പോവുക, അതാണ് ചെയ്യേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് ഞാൻ കാണുന്നുണ്ട്. ഞാനത് ആദ്യം കണ്ടപ്പോൾ തന്നെ റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്, ഇന്ന് റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കണം എന്ന് തോന്നി. ഇവിടെ കൃത്യമായ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അനുമോളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് അനുമോളെ മിണ്ടാൻ കഴിയാത്ത രീതിയിൽ അനീഷേട്ടൻ അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്ത അഞ്ജന മാഡം അവിടെ ഇരിക്കുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് എന്നുള്ളത്. അത് വീണ്ടും ഞാൻ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ലൈൻ കട്ട്. സോ ദാറ്റ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. സോ ഞാൻ പറയുന്നു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും. ഓക്കെ, ഈ ഓവറായിട്ട് ആണുങ്ങൾക്ക് അല്ലെങ്കിലും ക്യൂട്ട്നെസ് വാരി വിതറാൻ കഴിയില്ല. ഓവറായിട്ട് ക്യൂട്ട്നെസ് വാരി വിതറി കഴിഞ്ഞാൽ അത് ഹിജഡ ലുക്ക് വരും എന്ന് പറയേണ്ടി വരും. ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്, ആണായിരിക്കും പെണ്ണുങ്ങളെ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ക്യൂട്ട്നെസ് വാരി വിതറി നടക്കുന്ന ആളുകൾ. അത് കറക്റ്റ് ഹിജഡ ലുക്കാണ് വരാറ്. ആണുങ്ങളുടെ ക്യൂട്ട്നെസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതങ്ങനെ പറയും, ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഒന്ന് ചിരിച്ച് നടക്കുന്നതും മേക്കപ്പ് വാരി പൊത്തുന്നതല്ലോ. അതിനിടയിൽ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. ഏകദേശം 2015-16 ശേഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മേക്കപ്പ് ഇട്ട് നടക്കാൻ തുടങ്ങി, അതായത് കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു കാലഘട്ടം പതുക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോഴേക്കും, വർഷങ്ങൾ കടക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ പല അസുഖങ്ങളും കണ്ടുവരുന്ന ഇത്തരം കോസ്മെറ്റിക് ഐറ്റംസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ക്യൂട്ട്നെസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറയാണ്. പിന്നെ ലിപ്സ്റ്റിക്, നിങ്ങൾ എത്ര വലിയ ബ്രാൻഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്താലും അത് ശരീരത്തിന് അത്രമാത്രം കേടാണെന്ന് ഇതിനോടൊക്കെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് ക്യൂട്ട്നെസ് വാരി വിതറുന്ന സമയത്ത് സ്വന്തം ആരോഗ്യം നോക്കുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി അതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കുക. ആശുപത്രിയിൽ പണം വാരിക്കൊണ്ട് ഇടലടേ എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ പ്രൊഫഷണൽ ബന്ധം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി ഇത്രയും ആളുകളുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അത് ഏറ്റവും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് കാരണം ഞാൻ ഈ പ്ലാറ്റ്ഫോം അതിനു വേണ്ടി കൂടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ നല്ല അവസരം കിട്ടി, അത് വ്യക്തമായിട്ട് ആൾ ഉപയോഗിച്ചു. അനുമോൾക്ക് മിണ്ടാൻ അവസരം കിട്ടിയില്ല, അതുകൊണ്ട് അനുമോൾക്ക് അത് ഉപയോഗിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഒരു ഫാൻ ഫൈറ്റിന്റെ കാലം അവസാനിച്ചു, ബിഗ് ബോസ് കഴിഞ്ഞു. രണ്ടുപേരുടെ കാര്യം നോക്കി പോകുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യിച്ചതൊരു ഊളത്തരമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും തമ്മിൽ തല്ലുന്ന പരിപാടി എന്റെ പൊന്നു മക്കളെ, അനുമോൾ ഫാൻസ് ആണെങ്കിലും അനീഷേട്ടൻ ഫാൻസ് ആണെങ്കിലും ഇനി അവസാനിപ്പിക്കുക. അത് ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യാനാണോ നിങ്ങളുടെ എല്ലാവരോടും പ്ലാന്? അതൊക്കെ കഴിഞ്ഞ് അനുമോൾ സമ്പാദിക്കുന്നു, അനീഷേട്ടൻ സമ്പാദിക്കുന്നു. ഒരവസരം കിട്ടിയപ്പോ മനസ്സിൽ വെച്ച എല്ലാ കാര്യങ്ങളും അങ്ങ് കൊണ്ടായി കൊട്ടി, അത്രേ ഉള്ളൂ. ഈ ഒരു സംസാരം കഴിഞ്ഞ ഉടനെ തന്നെ അവരൊരു പാട്ടിട്ട് കൊടുക്കുന്നു, രണ്ടുപേരും അടിപൊളിയായിട്ട് നൃത്തം വെക്കുന്നു. നല്ല രസകരമായ മുഹൂർത്തം തന്നെയായിരുന്നു. ഞാനതൊന്നും കൂടെ കൊണ്ടുവരുന്നില്ല. ഞാൻ ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ ഫാൻ ഫൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അനീഷേട്ടനും അനുമോളും പൊരിഞ്ഞതല്ലടോ ഈ സ്റ്റോറി ഇട്ടിട്ട്. ഇതൊക്കെ എന്തിനാണെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവുക, നമുക്ക് നമ്മുടെ പാട് നോക്കി പോവുക. 3 മാസം കഴിഞ്ഞ് അടുത്ത ബിഗ് ബോസ് വരും, അതിൽ പുതിയ ക്യാരക്ടർ വരും, അതിന്റെ കൂടെ പോകും. എന്നും കാലങ്ങളായിട്ട് ആരെങ്കിലും ഓർത്ത് വെക്കുന്നുണ്ടാ? ആകെ 2-3 ആളുകളെ പേരെ ഓർത്ത് വെക്കുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ള ആളുകളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിരുന്നു അനിയൻ മിഥുന്, സന, ലവ്, പ്രേമം, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതൊക്കെ ആളുകൾ മറന്നില്ലേ? ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുന്നല്ലാതെ ആളുകൾ മറന്നുപോയി. മണിക്കൂട്ടനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പ്രഹസനം ഇനി അവസാനിപ്പിക്കണം. ഞാൻ എന്തായാലും ഈ പരിപാടി ഇതോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി ഇവർ തമ്മിൽ തല്ലി ഇങ്ങനെ ഇടിയൊക്കെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യും, അത്ര തന്നെ. ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിന് ആ രീതിയിൽ കാണുന്നുണ്ട്. ഞാനിനി രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ.